ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളുടെ AC റിമോട്ട് കുറച്ച് കാലം ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. അഥവാ നമ്മളിപ്പോൾ ഈ ചൂടുകാലം കഴിഞ്ഞിട്ട് ചില ആൾക്കാർ പിന്നെ അത് അടുത്ത ചൂടുകാലത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ AC ഉപയോഗിക്കുക. അങ്ങനത്തെ ആളുകൾക്ക് ഉള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നിങ്ങൾ AC ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ACയുടെ റിമോട്ടിൽ നിന്ന് ബാറ്ററി ഊരി വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആ ബാറ്ററി റെസ്റ്റ് ആയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള സ്പ്രിങ് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി തന്നെ ലീക്കായിട്ട് നമ്മുടെ റിമോട്ടും നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിലും ഏറ്റവും ബെറ്റർ ഐഡിയ ആണ് നമ്മൾ പിന്നെ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ആ സമയത്ത് നമ്മൾ ബാറ്ററി ഇടുക. അതല്ലാത്ത സമയത്ത് നമ്മൾ ബാറ്ററി ഊരി വെക്കുക. അതാണ് ഒരു ഐഡിയ. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ AC റിമോട്ട് കേട് വന്നാൽ, അഥവാ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് സൈഡിൽ സ്പ്രിങ് റെസ്റ്റായി എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ബാറ്ററി ഇടുമ്പോൾ അതിലേക്ക് കണക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ AC റിമോട്ടിൽ ഡിസ്പ്ലേയിൽ നമ്പറൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണത് ശരിയാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം W40 എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടും. ചിലപ്പോൾ അത് ചെറിയൊരു ബോട്ടിൽ തന്നെ അത്യാവശ്യം ഒരു 100 രൂപകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുള്ളവർ അത് ഉപയോഗിക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടിന്നർ ആയാലും മതി. നമ്മുടെ ഈ റിമോട്ടിൽ നിന്ന് ബാറ്ററി ഊരിയതിന് ശേഷം ഈ രണ്ട് സൈഡിലുള്ള സ്പ്രിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അത് നന്നായിട്ട് റെസ്റ്റ് പിടിച്ചിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാറ്ററി ഊരി വെക്കാത്തത് കൊണ്ട് തന്നെ അത് രണ്ട് സൈഡിലുള്ളത് റെസ്റ്റ് പിടിച്ചിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളുടെ റിമോട്ടിലേക്ക് കണക്ഷൻ കിട്ടാത്തത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെസ്റ്റർ വെച്ചിട്ട് ആ രണ്ട് സൈഡിലുള്ള സ്പ്രിങ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക. അപ്പോൾ ആ റെസ്റ്റ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുതിയ റിമോട്ട് ഇടുമ്പോൾ അതിലേക്ക് കണക്ഷൻ കിട്ടും. അങ്ങനെ ശരിയാക്കാം. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് W40 അടിച്ചിട്ട് കുറച്ച് നേരം വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ ടെസ്റ്റ് വെച്ചിട്ട് അങ്ങനെ ശരിയാക്കിയിട്ട് പുതിയ ബാറ്ററി ഇടുക. എന്നിട്ട് നമുക്ക് ഓണാക്കി നോക്കിയാൽ ഡിസ്പ്ലേ വരുന്നതായിട്ട് കാണാം. ഇനി അങ്ങനെ ചെയ്തിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ റിമോട്ട് നശിച്ചു പോയിരിക്കും. ഒരു കാരണവശാലും നമ്മൾ പഴയ റിമോട്ട് കളയരുത്. കാരണം നമ്മൾ മാർക്കറ്റിൽ നമുക്കറിയാം ഒരു കമ്പനിയുടെ തന്നെ 10-15 മോഡൽ AC ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ACകളും പഴയ പോലെ ഒരു റിമോട്ടല്ല, അഥവാ ഒരു സെൻസർ വെച്ചിട്ടല്ല കമ്പനി ഇറക്കുന്നത്. ഓരോ മോഡലിലും വ്യത്യസ്ത തരത്തിലുള്ള അഥവാ വ്യത്യസ്ത മോഡലുള്ള റിമോട്ടാണ് കമ്പനി ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളുടെ ഒരേ കമ്പനിയുടെ ഇപ്പോൾ LGയുടെ റിമോട്ട് തന്നെ അതിൻ്റെ മോഡൽ മാറുന്നതിനനുസരിച്ച് തന്നെ റിമോട്ട് മാറും. അതേപോലെ തന്നെ ബ്ലൂ സ്റ്റാറിന് 6-8 മോഡൽ റിമോട്ടുണ്ട്. അത് ഏത് ACയുടെ റിമോട്ടാണോ ആ റിമോട്ട് മാത്രമേ ആ ACക്ക് സൂട്ട് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലൂ സ്റ്റാറിൻ്റെ റിമോട്ടാണെന്ന് വെച്ചിട്ട് നമുക്കത് സെയിം ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾക്ക് തന്നെ കുറച്ച് മുന്നേ പറ്റിയതാണ്. കാരണം നമ്മൾ ആ ACയുടെ റിമോട്ടാണെന്ന് വെച്ചിട്ടാണ് അതുകൊണ്ട് ഓണാക്കി നോക്കുമ്പോൾ അത് ഓണായില്ല. പിന്നെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് വേറെ റിമോട്ടായിരുന്നു. കാണുമ്പോൾ അധികം വലിയ വ്യത്യാസമൊന്നുമില്ല, 2-3 ബട്ടണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിഫറൻ്റ് ഉള്ളൂ. പക്ഷേ അത് ആ റിമോട്ട് തന്നെ കിട്ടിയത് കൊണ്ടാണ് പിന്നെ ആ AC നമുക്ക് ഓണാക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ നമുക്കത് പിന്നെ ഓട്ടോയിൽ മാത്രമേ ഓണാക്കാൻ കഴിയുള്ളൂ. അഥവാ റിമോട്ടിൻ്റെ ഫംഗ്ഷൻ പിന്നെ നടന്നോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും റിമോട്ട് നമ്മൾ കളിക്കാൻ വീട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇനി റിമോട്ട് നഷ്ടപ്പെട്ടാൽ അഥവാ റിമോട്ട് കേട് വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന്. നമുക്ക് ഈ ഇലക്ട്രോണിക്സിൻ്റെ സ്പെയറൊക്കെ കിട്ടുന്ന കട ഉണ്ടാവില്ലോ, അവിടെ പോയാൽ നമുക്കിത് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. പക്ഷേ അത് ഞാനീ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഏത് മോഡലാണോ റിമോട്ട് അത് നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങാൻ. കാരണം മോഡൽ വ്യത്യാസം വന്നാൽ ഒരിക്കലും നമ്മൾ ആ വാങ്ങിയത് വേസ്റ്റായി പോകും. പിന്നെ നമ്മത് റിട്ടേൺ ചെയ്യേണ്ടി വരും. അതിലും നല്ലത് നമ്മളുടെ റിമോട്ട് ഏതാണോ അതനുസരിച്ച് തന്നെ വാങ്ങുക. അത് അധികം വിലയൊന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു 700 രൂപ, ഒരു 1000 രൂപയുടെ ഉള്ളിലായിരിക്കും എന്തായാലും ഉണ്ടാവുള്ളൂ. ഒരു ഏകദേശമാണ് പറഞ്ഞത്. കാരണം ഒരു 500-600 ഏകദേശം റേഞ്ച് വരുന്നത്. ചിലപ്പോൾ മോഡൽ വ്യത്യാസം വന്നതുകൊണ്ട് ചിലപ്പോൾ വിലയും വ്യത്യാസം വരാം. ഈ ഫ്ലിപ്കാർട്ടിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ സാധാരണ വാങ്ങാറ് ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ പാർട്സ് വിൽക്കുന്ന ഷോപ്പിലാണ്. നമ്മൾ ഈ പഴയ റിമോട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അതേ റിമോട്ട് തന്നെ അവർ ജസ്റ്റ് ബാറ്ററി ഇട്ടിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരാറ്. അതാണ് ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ. കാരണം നമുക്കത് അവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ ഷോപ്പിലാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് കിട്ടാറ്. അങ്ങനെ നിങ്ങൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഉത്തമമാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ കടയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ ACയിൽ ഒരിക്കലും ഈ വില കുറഞ്ഞ ബാറ്ററികൾ ഇടരുത്. നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററികൾ മാത്രം ഇടുക. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ AC ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റിമോട്ടിൽ നിന്ന് ബാറ്ററി ഊരി വെക്കുക. പിന്നെ എപ്പോഴാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സമയത്ത് മാത്രം ബാറ്ററി ഇടുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.